അമേരിക്കയുടെ ഭീഷണികൾക്ക് മുമ്പിൽ ഫിദൽ കാസ്ട്രോ ഒരു കാലത്തും ഭയന്നോടിയില്ല. അദ്ദേഹം തന്റെ ജീവചരിത്രം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങൾക്കിടയിൽ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: അവർ പ്രതിരോധങ്ങളെ അന്താരാഷ്ട്രവൽക്കരിച്ചപ്പോൾ ഞങ്ങൾ ഗറില്ല പോരാട്ടങ്ങളെ അന്താരാഷ്ട്രവൽക്കരിക്കുകയായിരുന്നു എന്നാണ്. തൻ്റെ ഏറ്റവും വിശ്വസനായ സഖാവായ എർണസ്റ്റോ ചെ ഗുവേര അമേരിക്കൻ പിന്തുണയുള്ള അഴിമതി ഭരണകൂടങ്ങൾക്കെതിരായി പോരാടുന്നതിന് വേണ്ടി ക്യൂബയിൽ നിന്ന് ബൊളീവിയയിലേക്ക് പോവുകയുണ്ടായിരുന്നു. ആ പോക്കിന് മുമ്പേ തന്നെ, അതായത് ഫിദൽ കാസ്ട്രോ ക്യൂബയിൽ നിൽക്കുന്ന കാലത്ത് തന്നെ 1965 ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലും സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ സഖാവ് ചെ ഗുവേരയുടെ നേതൃത്വത്തിൽ ക്യൂബൻ വിപ്ലവകാരികൾ വലിയ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തു. ആ പോരാട്ടങ്ങളിൽ സഖാവ് ഫിദൽ കാസ്ട്രോ എല്ലാ പിന്തുണയും നൽകിയെന്ന് മാത്രമല്ല, നേരിട്ടതിനെ സഹായിക്കുന്ന നിലയും ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. അതായത് ക്യൂബയിലെ വിപ്ലവകാരികൾ ക്യൂബയുടെ മാത്രം മോചനമായിരുന്നില്ല അവർ ആഗ്രഹിച്ചിരുന്നത്, അവർ ലോകത്തിന്റെ മോചനം മുഴുവൻ ആഗ്രഹിച്ചു എന്നുള്ളതായിരുന്നു പിന്നീട് അവർ നടത്തിയ പോരാട്ടങ്ങളുടെ എല്ലാം ചരിത്രം എന്ന് പറയുന്നത്. ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും നേരിട്ട് വന്ന് രാജ്യം പിടിക്കാതെ സാമ്പത്തികമായും കുത്തക കോർപ്പറേറ്റ് കമ്പനികൾ വഴിയും പാവപ്പെട്ട രാജ്യങ്ങളെ വീണ്ടും വീണ്ടും അടിമകളാക്കാനുള്ള സാമ്രാജ്യത്വത്തിൻ്റെയും നവകൊളോണിയലിസത്തിൻ്റെയും വൻകിട രാജ്യങ്ങളുടെയും എല്ലാ അധിനിവേശങ്ങൾക്കും എതിരായ പ്രതിരോധത്തിൽ ക്യൂബ ഏറ്റവും മുന്നിൽ നിൽക്കുകയായിരുന്നു അക്കാലത്ത്. അമേരിക്ക സ്വന്തം ലാഭത്തിനും തങ്ങളുടെ കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും ലാഭത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും ആയുധങ്ങൾ ഒഴുക്കിയപ്പോൾ സഖാവ് ഫിദൽ കാസ്ട്രോയും ക്യൂബയും ലോകമെമ്പാടുമുള്ള പാവപ്പെട്ട മനുഷ്യരുടെ മോചനത്തിനു വേണ്ടി സ്വന്തം ജീവൻ പണയപ്പിച്ച് പോരാടുകയായിരുന്നു. സ്വന്തം നാട്ടിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വിപ്ലവത്തിൻ്റെ വെളിച്ചം എത്തിച്ചു കൊടുത്ത ധീരനായ വിപ്ലവ നായകനായിരുന്നു സഖാവ് ഫിദൽ കാസ്ട്രോ എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സാമ്രാജ്യത്വ ഭീഷണികൾക്ക് മുമ്പിൽ തലകുനിക്കാതെ ആ ചുവന്ന നക്ഷത്രം ലോകത്തിന് എല്ലാ കാലത്തും വഴികാട്ടിയായി നിൽക്കുക തന്നെ ചെയ്യും.